ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഒരു നാടൻ ഫാമിലി വ്ളോഗില്ല അവരെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവരമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവരമ്മനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കുറേയൊക്കെ ഒരു സമാധാനം തോന്നി. എന്നോട് വർത്താനൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട് കുറച്ച് ഇങ്ങനെ പോയിട്ടാണല്ലോ. അപ്പോൾ വീട്ടിലേക്ക് അവിടേക്ക് ഞാൻ പോയിട്ടില്ല. നേരെ ഇങ്ങോട്ട് ഞാൻ വണ്ടിമ വന്നതാണ് കേട്ടോ. ഞങ്ങളെ തറവാട് ഇവിടെ തന്നെയാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെയൊക്കെ വീട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്, ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ മോളുറങ്ങിയപ്പോൾ പെട്ടെന്ന് വന്ന് പോകാൻ വിചാരിച്ചു. എന്നിങ്ങനെ ഫോൺ വിളിച്ച് വർത്താനൊക്കെ അറിയുന്നല്ലാതെ വന്നിട്ടില്ല. വരാൻ തന്നെ കൂടുതലുമില്ല. അപ്പോൾ ഇവിടെ വന്ന അമ്മനെ കണ്ടു. വർത്താനം ഇങ്ങനെ പറയും ഫോണിൽ കൂടെ എന്നല്ലാതെ വരണമെന്ന് വിചാരിക്കലുണ്ട് കേട്ടോ. പക്ഷെ വരാൻ പറ്റിയിട്ടില്ല. അപ്പം അമ്മ ഇതാക്കണ് ഇവിടെ ബാത്റൂമൊക്കെ ഈ ഭാഗത്താലമ്മേ. ഇതിൽ കൂടെ ഇങ്ങനെ വരണല്ലേ. ഈ തോട്ടിൽ വെള്ളം ഉണ്ടാകലുണ്ടോ? ഇതിൽ വെള്ളം അങ്ങനെ അമ്മനെ കണ്ടു വന്നപ്പോൾ ഒരു സമാധാനമായി. അതാണ് അമ്മ എന്നുണ്ട് പോരണ. അതാണ് നിങ്ങളെ വീഡിയോ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ. ആ സമയം കാത്തിരിക്കും വീഡിയോ ചാടണ. ഇവിടിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഊരവേദന മാറി കിട്ടണല്ലേ. കഷായം കൊറേ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു, കഷായം കുടിച്ചു. കഷായം കുടിച്ചാൽ സുഖാവുന്നിട്ട് ഇവിടെ. അപ്പൊ ഇപ്പൊ ഒരു 1.5 ആഴ്ചയായിട്ട് നല്ല കൂടുതലാണ്. അപ്പൊ കൊറേ ഓയിൽമെന്റ് വയ്ക്കും, കൊറേ കുഴമ്പ് വയ്ക്കും, മിക്സ് എന്താ ഊര വേനിച്ചിട്ട് കടക്കാനും പറ്റൂല. അങ്ങനത്തെ രസം അപ്പോഴാണ് ഇപ്പൊ ഈ ഡോക്ടറെ കാട്ടി. ഇപ്പൊ നമുക്ക് കോഴിക്കോടൊന്ന് പോണം ടെസ്റ്റൊക്കെ. ഏതായാലും അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ. ഞങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കുക. പിന്നെ ടെൻഷൻ ആകുകയേ ചെയ്യരുത്. നമ്മക്കൊന്നും ഒരു അസുഖമല്ല, ഓരോരുത്തർ അസുഖം കണ്ടാലേ. അതെ, അതിന് നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലാത്തൊരു പ്രശ്നമല്ല. നമുക്ക് ഇക്ക് പേടിയില്ല. പക്ഷെ ഇക്ക് സുഖമല്ലാത്തോണ്ട് പിന്നെ ഇക്ക് സുഖമല്ലല്ലോ വിചാരിച്ചിട്ട് ഒക്കെ ടെൻഷനായി വയ്യാതെ ആവും. ആ ഒരു പേടിയുള്ളൂ. പക്ഷെ ഷീജൊക്കെ അതിനകത്ത് അടിയുള്ളൂ, മനസ്സ് ചെറുതാണ് അതിന്റെ. അതേപോലെ തന്നെ കേട്ടോ കുഞ്ഞിട്ടുണ്ട്. കേട്ടപ്പോ തുടങ്ങിയ കരച്ചിലാണ്. ഇപ്പൊ റിസൾട്ട് പറയുമ്പോ അതിലേറെ കാര്യം. അപ്പൊ ഞാൻ പറയും എന്തിനാ ഷീജക്കാരന് സൂക്കട് വന്നായിരുന്നു സഹിക്കണം. പിന്നെ അതിനിപ്പോ ഒരു മരുന്നും ചികിത്സ ഉണ്ടാവൂലേ. പിന്നെ ജനിച്ചാ ഒരിക്കൽ മരിക്കണം. അതുകൊണ്ടല്ലോ അതിന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ദൈവത്തിന്റെ ഒരു കരുണല്ലേ. അസുഖം ഉണ്ടായ നേരത്തെ മരുന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയാ. നമുക്ക് വിഷമിച്ചിട്ടൊരു കാര്യം. എനിക്കിപ്പോ എന്താ പറയാ, എനിക്ക് അസുഖം ഉണ്ടായാലും ഓൽക്ക് രണ്ടാക്കും വിഷമുണ്ടായത് അത്രേ. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതാണ് അതാ ചിന്തിക്കുന്നത്. അമ്മന്റെ നല്ല മനസ്സുണ്ടല്ലോ മക്കളെ. എന്റെ അസുഖം ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഓല് രണ്ടാളും ഓലെ മനസ്സ് തളരാതെ കട്ടെ ഒരു പ്രാർത്ഥനയ്ക്കുണ്ട്. എന്താ വെച്ചാൽ രണ്ടാളും ഒരു മാതിരിയല്ലേ. അതാണ് ഞങ്ങളങ്ങനെ ഒരു അമ്മായിമ്മയും ഞാൻ എപ്പോഴും ഷീജിനോട് പറയും. ഒരു അമ്മായിമ്മയും മരുവോളും അല്ല, നിങ്ങളെ സ്വന്തം മകളെ പോലെ തന്നെയാണ്. ഞങ്ങള് ഒരു വീട്ടിൽ ഒരു ദിവസം പോലും ഓള് വീട്ടിക്ക് പോലും ഞങ്ങളിട്ട് പോവലില്ല. ആരുമില്ലല്ലോ ഇവിടെ. അതിനൊന്നും സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് അങ്ങനത്തെ നല്ലൊരു മരുവോളം കിട്ടിയത് അത് നിങ്ങളെ ഭാഗ്യം. ഓക്ക് ഇങ്ങനെ നല്ലൊരു അമ്മനെ കിട്ടിയ ഓളെ ഭാഗ്യമാണ്. അപ്പോൾ ഒറ്റ വിചാരമുള്ളൂ. എനിക്ക് സൂക്കടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നെ ഒരിക്കലും ടെൻഷൻ ആവൂല. മനസ്സിനൊരു കട്ടി കൊടുക്കണേ പഠിച്ചതും പഠിച്ചോ വിചാരിച്ച ദീനം തരുന്നതും മാറ്റുന്നതൊക്കെ പഠിച്ചോനല്ലേ. അതിനൊന്നും ഒരു പണിയില്ലല്ലോ, ഒക്കെ മാറിക്കോളും വേഗം. കുട്ടികളൊക്കെ ഇനി നാളെ ഓണായിട്ട് വരും. വന്നോ? ഇനിയിപ്പോ എത്ര ഓണുണ്ട്? ഇനിയിപ്പോ ഓണെന്നറിയൊക്കെ മാറുന്നു. ഇന്നിപ്പോ ഒന്നാം ഓണം ഉണ്ടാവും. പക്ഷെ ഓണത്തിന് മുമ്പേ തന്നെ എല്ലാരും വീട്ടുകാരും ഞങ്ങളെയും കുട്ടികളും മക്കളും മരുമക്കളും ഒക്കെ വന്നുപോയി. സുഖമല്ലാന്ന് കേട്ടപ്പോ അന്ന് തുടങ്ങിയ വരവ്. തിങ്കളാഴ്ച ഒരു ഓണം ഉണ്ട് എനിക്ക്. നമ്മളെ തമ്പുരുല്ലേ, തമ്പുരുവിന് ഓളോടെ. പക്ഷെ അന്ന് നമുക്ക് നേർച്ചി നബിദിനും കാര്യങ്ങളൊക്കെ. നമുക്ക് നബിദിനത്തിന് ഇവിടെ നമുക്ക് പരിപാടി ഉണ്ടാക്കല്ലേ എല്ലാ കൊല്ലവും ഉഷാറാക്കണേ. ഇപ്രാവശ്യം നമുക്ക് അതിലേറെ കൊടുക്കണം, പായസം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എങ്ങനെയാലും അവിടെ തന്നെ ഉണ്ടാക്കി പുതിയ പേര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നാണ് കരുതുന്നത്.
ആ പരവടി വേദന ഉണ്ടല്ലേ. ഈ പൂച്ച നമ്മളെ കൊടുത്താ ഈ പൂച്ച അല്ല, ഇവിടെ 5 എണ്ണം വരും. നല്ല വൃത്തിയിലെ പൂച്ചല്ലേ. പൂച്ചയെ സുന്ദരിയ യോ യോ. അത് അവരെ വീടാണല്ലേ ഇത്, കുഞ്ഞാപ്പ കാക്കാന്റെ. മകളെ വീടാണ്, ഒരു മകള് താമസിച്ചിരുന്നു. പിന്നെ അങ്ങനെ പോയി. ഇത് സൗകര്യം 4 റൂം അല്ലേ. 4 റൂം പറഞ്ഞാല് 2 റൂമും കൊലായി അടുക്കള ഒക്കെ കൂടി 4 അല്ലേ. ചതുര വീട്. ഞങ്ങൾക്ക് എത്രയും ഇത് മതി, അതെ ആളല്ലേ ഉള്ളൂ. ഏതായാലും വീട് പണി ഇങ്ങനെ കഴിയാനായി അല്ലേ. ഇനി കുറച്ച് വെള്ളം അലിച്ചാനുള്ളൂ. ഇനി കുറച്ചുകൂടി വെള്ളം അലിക്കണം. പിന്നെ നിലം എന്തെങ്കിലും ഒന്ന് കാട്ടി 2 വാതിലും ജനലും വെച്ചാ അയക്കട പോവാ. നമ്മളൊരു സന്തോഷം. അപ്പൊ എത്ര വരെ ഞാൻ ഈ ഓണത്തിന് തന്നെ പോകണമെന്ന് വിചാരിച്ചാണ്. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്, ഓണത്തിന് അവിടെ ഇരിക്കണം തന്നെ. പക്ഷെ എങ്കിൽ പണി കഴിയണ്ട്. കഴിഞ്ഞോളും. 2 ദിവസം കൂടി പണിയെടുത്താൽ കഴിയുകയാണെങ്കിൽ അല്ലേ. അതാണ് വെള്ളലി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഈ വാതിലൊക്കെ പെട്ടെന്ന് ഈ ഒരു വാതിലും മറ്റേ വാതിൽ തന്നെ വേണ്ട. വാതിലില്ലാ കയറാൻ പറ്റൂലേ. അതാണ് സാധാ വാതിലാണെങ്കിൽ നമുക്ക് ലേശം പൈസ. അതെ. പിന്നെ ഈ മറ്റൊരു വാതിലും മറ്റേ അടുക്കളേൻ്റെ ഒരു വാതിലും മതിയാണ്. ഇല്ലാതെ എന്തിനും നമുക്ക് ഇപ്പോൾ വാതിലും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ 2 വാതിലും അടച്ച് ആ നിലമൊന്ന് കിട്ടി. ബാത്റൂമിന് കുഴി ഉണ്ടാക്കി. കുഴി ഉണ്ടാക്കി. ഇനിയിപ്പോൾ ആ കാര്യം കൂടി കഴിഞ്ഞ സ്ലേവ് വാർത്തിട്ട് നമുക്ക് ആ ക്ലോസിറ്റ് വെച്ച ടൈലിട്ട് നമുക്ക്. ഈ വീട് ആര് വീടാമേ? ഈ വീട് സുലൈക്കാക്കാൻ്റെ. ഇത് പിന്നെ അങ്ങനെ വെച്ചല്ലാതെ ഇവിടേക്ക് ആളെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ. ഉമ്മാൻ്റെ ഒക്കെ ഉമ്മാൻ്റെ കുറച്ചപ്പുറത്താണ്. ഞങ്ങളമ്മാൻ്റെ വീട് അതാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മച്ചിനെ. കണ്ടില്ലല്ലേ, മരിച്ചില്ലേ. എന്താണ് ഇങ്ങനെ പോവയില്. നല്ല അമ്മേനെന്നൊക്കെ എല്ലാരും പറയണ. നമുക്കറിയാം. ഏതായിട്ട് എന്തോലും ഒന്നും കാണാനില്ലൊരു രീതി ഉണ്ടായില്ല. ഉമ്മാനിപ്പാനും കണ്ടിട്ടില്ലല്ലോ. ഇപ്പാൻ്റെ മരണം കഴിഞ്ഞ് 40 കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. ഏതായാലും മരിച്ചു പോയതൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മളിപ്പോൾ അതിന് ദുആ ചെയ്യാം. ഇതിനുണ്ട്. ഇതപ്പോൾ ചെറിയൊരു വാടക ആയിട്ട് അങ്ങനെ പോകും. കറണ്ട് ബില്ല് അതന്നെ. പിന്നെ നമ്മളടുത്തും അല്ലേ. ഞാൻ 4 ആ പേരല്ലേ നിങ്ങളെ അതിൻ്റെ അടുത്തൊരു പേരിലാണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇത്ര അതെ ഇത് കിട്ടിയ വയ്യ ഉണ്ടായിരുന്നു. അതന്നെ. ഈ വീട് ആരുതാ അത്? എനിക്കറിയില്ല. മാനുവിനൊക്കെ അറിയക്കാരം. പിന്നെ അങ്ങനെ ഉണ്ടാ അറിയില്ല. ഒക്കെ നോക്കുന്നുണ്ട് ആ വീട്ടിൽ തോല്. ഇഞ്ഞറിയക്കാരം റോഡ് ഇവിടെ തന്നെ ഇതിൽ തന്നെ. ഞാൻ എന്നാലും ആ വെള്ളപ്പേരിൻ്റെ അതിന് റോഡ് എഴുതി കുത്തിരിക്കാട്ടോ. അത് ശരി. റോഡൊക്കെ എല്ലാ സൗകര്യവും ഉണ്ട്. അടുത്തൊരു വീടുണ്ട്. ഞാൻ അടുത്ത് കൂടെ വീടുകളുണ്ട്. അവിടെ ഇല്ല അടുത്ത് കൂടെ അല്ലേ. നിങ്ങളാ പുതിയ വീടിൻ്റെ അപ്പുറത്ത് നിങ്ങളെ മൂത്തച്ഛൻ്റെ വീടാ? നിങ്ങളാ 2 വീട് തന്നെ ഉള്ള അവിടെ? 3 എണ്ണം ഉണ്ടോ? വലിയ ഏട്ടൻ്റെ വീടും അനിയൻ്റെ തറവാടും ഞങ്ങളുടെ വീടും അങ്ങനെ. ഏതായാലും നിങ്ങൾ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കും. നമ്മക്കൊന്നും അസുഖമല്ല. നിങ്ങളൊക്കെ പറഞ്ഞാൽ ഈ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് നടക്കണ ഒരു അമ്മയല്ലേ. അതുകൊണ്ട് നിങ്ങളെയൊന്നും പഠിച്ചോ കൊടുക്കൊന്നുമില്ല. ഞാൻ സന്തോഷമായിട്ട് കണ്ടിട്ട് തന്നെ അല്ല കേട്ടോ വന്നിട്ട്. അവിടെ ഉണ്ടാവും അങ്ങനെ. അവിടെ ഇപ്പോൾ പണിയുണ്ട്. അവിടെ കയറി അടുക്കളയ്ക്ക് കൂടി ഫൗണ്ടേഷൻ ശരിക്കല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് കൂടും. അടുക്കളയ്ക്ക് ഫൗണ്ടേഷൻ ഒരു കണക്കുണ്ടല്ലോ നമുക്ക്. ആ കണക്കുകൾ എടുത്തില്ല ബുദ്ധിമുട്ടാണ്. പഞ്ചായത്ത് വീടാണ് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ അല്ല, നമുക്ക് ഗൃഹസ്ത്രീൻ്റെ വീട് അങ്ങനെയാണ്. എന്തായാലും വീട് കയറി കിട്ടിയാലോ സമാധാനമായി. ഇനിയിപ്പോൾ അടുക്കളയിൽ ഇപ്പം അങ്ങനെ കാട്ടിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പാല് വെച്ച് ഒരു ഗ്യാസ്മലയും വെക്കാന്നാലും ആ വാതിലും ബാത്റൂമും നന്നാണ്. ഇതാ വരുന്നേ. പിന്നെ നമ്മളെ ഷിജി
മുത്തുമണി ഉണ്ട് ഒപ്പല്ലേ. ഇജ്ജ് പോയപ്പോ ഒരു പാട്ടിൽ ചായ കൊണ്ട് പോയി, വന്നപ്പോ എത്രങ്ങാനും പാത്ര. അങ്ങനെ ഞങ്ങള് ഞാൻ പോവാൻ നിക്കാണ്. എന്റെ ഹസ്ബൻഡ് എവിടെ? അങ്ങോട്ട് ഞാൻ പോണില്ല, ഞാൻ അവിടെ അറിയണ പോലെ പണിയില് അല്ല കുടിച്ചു. അത് വലുതാണ്. ബ്രെഡൊക്കെ ഉണ്ടായില്ലല്ലോ. ഞാനതിന് ചോറ് നിങ്ങണ്ട് പോരല്ലേ. നല്ല മുരിങ്ങ കറിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ പുളിഞ്ചി ഉണ്ടാക്കിയിരുന്നു. നിങ്ങളുണ്ടാക്കണ മാതിരി ആവില്ലാന്നുള്ളൂ. ഞാനിടീ എന്നുണ്ട് അമ്മനെ കാണാൻ പോരാ. മിഞ്ഞാന്നും ഇന്നലെയൊക്കെ ഇങ്ങനെ പോരണം കരുതി വെക്കേന്. കുറച്ച് സമയം ഇടങ്ങേറിട്ട സമയായി. ആരെല്ലാക്കെ മാറി. ഞാൻ അമ്മനോട് അറിയാം, അമ്മക്കൊന്നും അസുഖമല്ല ഓരോരുത്തരുത് കണ്ടാലേ അറിയാം. പിന്നുള്ള സമാധാനം ഇതുമ്പോ ദൈവം അത് ഇതാക്കട്ടെ, ഇതിലും പരീക്ഷിക്കാതെക്കട്ടെ. അല്ല നാളെ ചേച്ചിമാരൊക്കെ ഓണായിട്ട് വരൂല്ലേ? വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരൂലല്ലോ. ഓലോടി ഓണം കഴിച്ചണ്ടല്ലേ? ചെറിയ ചേച്ചി ഗുരുവായൂരാ. എന്റേത് പൂട്ടിയോ? ചെറിയോള് ഗുരുവായൂരാണ്, നമ്മളെ മലപ്പുറം വടക്കണി കേട്ടത്. ഓള് ടീച്ചറാണ്. ഇനി തിങ്കളാഴ്ച ഓർക്കുവോ? അടുത്ത അപ്പൊ വിരുന്നു പോലോ ജ് അല്ലേ? മദ്രസും ഇല്ലല്ലോ. വീഡിയോ ഇടലുണ്ടപ്പോ നേരം ഉണ്ടാകുമ്പോ ഇടൂലേ? പിന്നെ ടൈമൊക്കെ അങ്ങോട്ടോട്ട് മാറുന്നുണ്ട്. 3 മണി എന്നുള്ളത് ഇപ്പൊ ഇനിയിപ്പോ നേരം ഉണ്ടാവില്ലല്ലോ. വീട്ടിലത്തെ പണി, സ്കൂളിലെത്തി അവിടുത്തതും. ഞാൻ ഒരു സൽഹിതായിക്ക് വന്നീന് ആ മേലക്ക്. അവിടെ കുട്ടികൾ ചോറുന്നാണ്. അപ്പൊ ഒരു 1:30 വന്നത്. ഞാനെന്നാലും പോയി നോക്കട്ടെ കേട്ടോ. അപ്പൊ അമ്മനെയും ഷിജിനെയൊക്കെ കണ്ടു, അപ്പൂസിനെയും കണ്ടു. അപ്പൂസിനെ വീഡിയോ എടുത്തിട്ടില്ല, അപ്പൂസിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അവിടെ ആരൊക്കെയാണ് പണിക്കാരൊക്കെ അല്ലേ? ഞാൻ പോട്ടെ, വീട് കണഞ്ഞ് വരും. കുടിക്കലുണ്ടാവില്ലേ? അതുമല്ലേ പെണ്ണുറങ്ങല്ലേ, അതുകൊണ്ട് പെണ്ണ്. ഞാൻ വിളിച്ചോക്കില്ല, വിളിച്ചാൽ ചിലപ്പോ ഫോണിന്റെ ചേട്ടാ ഉണർന്നാല്. ചെക്കനുണ്ട് അവിടെ. ഇവിടെ അടുത്തറിഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എന്നൊരു പോരാ. തറവാടാണ് തൊട്ടടുത്ത്. അല്ലേ നമ്മൾ പാർക്കണത് കുറച്ച് പോകണം. എന്നാലും 3:30 കഴിഞ്ഞു. 3 വയസ്സും 7 മാസമായി. 3 വയസ്സും 7 മാസം. കറക്റ്റ്. അംഗൻവാടിക്കും ഉണ്ട്, അവിടുത്തെ അംഗൻവാടി. അടുത്ത ജനുവരി വന്നാൽ 4 വയസ്സായി. സ്കൂളിൽ ചേർത്താനായി. അന്ന് അമ്മ വന്നിട്ടില്ലല്ലേ? 1-2 ബർത്ത്ഡേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ ബർത്ത്ഡേ ഒന്നും കഴിച്ചിട്ടില്ല. ഇഞ്ചപ്പാക്കൊന്നും തീരെ ഇഷ്ടമല്ല ബർത്ത്ഡേ കഴിച്ചത്. മാനുവിന് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് കേക്ക് കുറിച്ച് എന്തെങ്കിലും ചെയ്തു പറയും. മാനുവിനൊന്നും എതിരെ അറിയില്ലല്ലോ. മാനൊരു നമ്മൾ പൊട്ടന്മാരാണ് ബർത്ത്ഡേ കഴിച്ചണവര്. അപ്പം എന്താ, ഒരു വയസ്സ് കുറയല്ലേ, നമുക്ക് കൂടല്ലല്ലോ. അല്ല, വയസ്സ് കൂടുകയാണെങ്കിൽ നമ്മൾ ആയുസ് കുറയല്ലേ. നമ്മൾ എന്തല്ലാതെ മുറിച്ചാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുമല്ലോ, എനിക്ക് താല്പര്യം. അതാണ് ഇപ്പൊ എന്താ കേക്ക് മുറിച്ചാത്ത. എല്ലാത്തിനും ഒരു കാറ് വാങ്ങിയ അതിന് കേക്ക്, ഒരു സ്കൂട്ടി വാങ്ങിയ അതിനും കേക്ക്, എല്ലാത്തിനും. ജയിച്ചാല് കേക്ക്. കേക്ക് കുറിച്ചോ? ഇല്ലല്ലോ. രണ്ട് കിട്ടിയോ? 2 കിട്ടിയോ? അടി ഒന്നിച്ചു കൊണ്ട് ഓളോടെ കൊണ്ടുവച്ച് വെക്കാൻ സ്ഥലമല്ലോ. അതോടെ അല്ല, അതൊക്കെ ഞമ്മക്ക് പുതിയ വീട്ടില് വെക്കാലോ. തുടക്കം വെച്ചതോളന്നല്ലേ. അതെ. എനിക്ക് 3 ആയില്ല. ഞാൻ പെടണ്ടെങ്കിൽ ഞാൻ എനിക്കൊന്ന് കിട്ടിയാൽ തമ്പനയില് കൊടുത്തിന്.
വൈകാതെ കിട്ടും. ആ എനിക്ക് കിട്ടും. അല്ല അത് കിട്ടിയതൊന്നുമില്ല, എന്നാലും യൂട്യൂബിന്റെ ഒരു അംഗീകാരം എന്നുള്ളൊരു ഇതില്ലേ. ആ ചിലവരൊരാൾ കിട്ടിയ പൈസ ഉണ്ടാവും അതിന്റെ ഒപ്പം തുറക്കുമ്പോഴൊക്കെ ചോദിക്കും. ആ ആൾക്കാർക്ക് അതാണ് സംശയം, പൈസ കിട്ടണുണ്ടോന്ന്. എല്ലാരും വിചാരം ഒരു പൈസ നിറയുണ്ട്. എന്താണ് ഇപ്പൊ എന്നോട് ആരും ചോദിച്ചു അത് തുറക്കുമ്പോ അതിന്റെ ഉള്ളിൽ എന്താ. ഞാൻ പറഞ്ഞു ഞാൻ തുറന്നു കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ആൾക്കാര് കിട്ടുമ്പോ അതൊരു കിട്ടൽ തന്നെയാണ്, സന്തോഷം ഇതുമാണ് നമുക്ക്. ഇപ്പൊ സന്തോഷ് ഫാമിലി പറഞ്ഞില്ല ഇടലില്ലേ വീഡിയോ. ഇപ്പൊ ഒരു നാടൻ അതിലിടും, മറ്റൊരു ഷോട്ടയിൽ ഇട്ടോണ്ടി വെറുതെ കണ്ടല്ലോ. അതിന് കത്തി കയറിയണേ. പിന്നെ ഞങ്ങൾ ഇട്ട് പോണമാര് മഴ അത് മരം. ഞാൻ പോയിട്ടമ്മേ ഇനി പിന്നെ വരണ്ടേതായാലും പോയിട്ടോ ഷിജിയെ. എന്റെ കുഞ്ഞുട്ടനോട് പറയേ, കുഞ്ഞുട്ടനെന്നൊക്കെ പറഞ്ഞതിൽ അറിയൂലേ അമ്മ. ആ വാവുട്ടന് അമ്മ വാവുട്ട ആ വാവുട്ട അറിയില്ലേ. അപ്പൊ മക്കളെ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതില്ല. സിജിയാനക്ക് എന്തെങ്കിലും പറയണ്ട എന്റെ കൂട്ടുകാരോട്? അതന്നെ നമ്മളെ ഒരു നാടൻ ഫാമിലി എല്ലാവരും നമ്മളെ മലപ്പുറത്തിനെ സപ്പോർട്ട് ചെയ്യാം. അതെ എന്നാ പോകാട്ടമ്മേ. തുണി എന്നാ പോയി. മലപ്പുറം വടക്കിനാട്ടോ ഈ നിക്കണത്. ഓക്കേ ബൈ.